നമ്മൾ ഇന്ന് RSCയുടെ മൊഡ്യൂൾ 3യിലുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകളാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, മൊഡ്യൂൾ 3 കാര്യമായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഫ്രിജറേറ്റിംഗ് എക്യുപ്മെൻറ്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്തു. സിമ്പിൾ വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷനിൽ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു, അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സ് എല്ലാം ഡിസ്കസ് ചെയ്തു. ആ പാർട്സിൻ്റെ എല്ലാം ക്ലാസിഫിക്കേഷനാണ് നിങ്ങൾക്ക്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള സ്റ്റഡിയാണ് നിങ്ങൾക്ക് തേർഡ് മൊഡ്യൂളിൽ വരുന്നത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് കംപ്രസേഴ്സ് ആണ്. ഓക്കെ, ഇവിടെ രണ്ട് ടൈപ്പ് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. അതായത് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കോർഡിംഗ് ടു മെത്തേഡ് ഓഫ് കംപ്രഷൻ. മെത്തേഡ് ഓഫ് കംപ്രഷൻ വെച്ചിട്ട് ഏതൊക്കെ ഉണ്ട്? റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ, സെക്കൻഡ് വൺ റോട്ടറി കംപ്രസർ, തേർഡ് വൺ സെൻട്രിഫ്യൂഗൽ കംപ്രസേഴ്സ്. ഓക്കെ, അതേപോലെ അക്കോർഡിംഗ് ടു നമ്പർ ഓഫ് വർക്കിംഗ് സ്ട്രോക്സിൽ സിംഗിൾ ആക്ടിംഗ് കംപ്രസേഴ്സ്, ഡബിൾ ആക്ടിംഗ് കംപ്രസേഴ്സ്. ഓക്കെ, പിന്നെ അതുപോലെ എന്താണ് സ്റ്റേജസ്, അക്കോർഡിംഗ് ടു സ്റ്റേജസ്, സിംഗിൾ സ്റ്റേജ് കംപ്രസർ ആൻഡ് മൾട്ടി സ്റ്റേജ് കംപ്രസർ. പിന്നെ എന്താണ് അതുപോലെ അക്കോർഡിംഗ് ടു മെത്തേഡ് ഓഫ് ഡ്രൈവ് എംപ്ലോയിഡ്, ഡയറക്ട് ഡ്രൈവ് കംപ്രസേഴ്സും അതുപോലെ ബെൽറ്റ് ഡ്രൈവ് കംപ്രസേഴ്സും ഉണ്ട്. ദെൻ ഫിഫ്ത്ത് വൺ എങ്ങനെയാണ്? അക്കോർഡിംഗ് ടു ലൊക്കേഷൻ ഓഫ് പ്രൈം മൂവർ. എങ്ങനെയാണ്? സെമി ഹെർമെറ്റിക് കംപ്രസേഴ്സ്, ഹെർമെറ്റിക് കംപ്രസേഴ്സ്. ഇത്രയും സാധനങ്ങളാണ് നിങ്ങൾക്ക് എന്ത് വരുന്നത്, ഈ ഒരു കംപ്രസറിന്റെ ക്ലാസിഫിക്കേഷനായിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് വൺ റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ എങ്ങനെ നോക്കാം. ഇത് നിങ്ങളൊരു എഞ്ചിൻ്റെ ഫിഗർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. ഒരു എന്താ പറയുക, ഒരു എഞ്ചിൻ്റെ ഫിഗർ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതുപോലെ തന്നെയാണ് ഒരു ക്രാങ്ക്, ദെൻ ഒരു കണക്റ്റിംഗ് റോഡ്, ദെൻ ഒരു പിസ്റ്റൺ, അതുപോലെ തന്നെയാണ് ഇതും വരുന്നത്. ഇവിടെ നോക്കൂ, ഒരു എന്തുണ്ട് ഇതിൽ ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഏതൊക്കെയാണ്? ഒരു സക്ഷൻ ലൈൻ, ദെൻ ഒരു ഡിസ്ചാർജ് ലൈൻ ഉണ്ട്. സക്ഷൻ വാൾവും ഉണ്ട്, ഡിസ്ചാർജ് വാൾവും ഉണ്ട്. അതിൻ്റെ അടിയിൽ കാണുന്നതാണ് എന്ത്? പിസ്റ്റൺ. ഓക്കെ, ദെൻ എന്തുണ്ട്? ഒരു ക്രാങ്ക് ഉണ്ടായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ, ദെൻ ഒരു കണക്റ്റിംഗ് റാഡ് ഉണ്ടായിരിക്കും. ഇതെന്ത് ചെയ്യും? അതായത് നിങ്ങൾ റെഫ്രിജറൻറ്റ്, അതായത് ലോ പ്രഷറിലുള്ള റെഫ്രിജറൻറ്റ് നേരെ എന്ത് ചെയ്യും? സക്ഷൻ വാൾവിലൂടെ വരും. എങ്ങനെ? പിസ്റ്റൺ അടിയത്തെ പൊസിഷനിലാവുമ്പോൾ അപ്പോൾ എന്ത് ചെയ്യും? ഇതിൻ്റെ ഉള്ളൊരു വാക്യൂം ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഈ വാക്യൂം ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഈ റെഫ്രിജറൻറ്റ് ഇതിൻ്റെ ഉള്ളിലോട്ട് വരും. ഓക്കെ, ദെൻ സെക്കൻഡ് സ്ട്രോക്കിൽ എന്ത് വരും? ഈ പറഞ്ഞ പോലെ ഈ പിസ്റ്റൺ നേരെ മുകളിലത്തെ പൊസിഷനിലേക്ക് അല്ലെങ്കിൽ ടോപ്പ് പൊസിഷനിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അവിടെ എന്ത് ചെയ്യും? പ്രഷർ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? ഈ ഒരു സക്ഷൻ വാൾവ് ക്ലോസ് ആവും. ദെൻ ത്രൂ ദ ഡിസ്ചാർജ് വാൾവ് ഹൈ പ്രഷർ റെഫ്രിജറൻറ്റ് ഡിസ്ചാർജ് വാൾവിലൂടെ പുറത്തേക്ക് പോകും. ഓക്കെ, അതെങ്ങടാ പോവുക? നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കംപ്രഷൻ കഴിഞ്ഞാൽ കണ്ടൻസേഷന് വേണ്ടി പോകും. ഓക്കെ, അപ്പോൾ ഡിസ്ചാർജ് വാൽവിലൂടെ കണ്ടൻസേഷന് പോകും. ഓക്കെ, സെക്കൻഡ് വണ്ണാണ് റോട്ടറി കംപ്രസർ അല്ലെങ്കിൽ റോളർ ടൈപ്പ്. ഇതെങ്ങനെ വരുന്നത്? ഈ പറഞ്ഞ പോലെ തന്നെ ഈ ബ്ലൂ കളറിൽ കാണുന്നതാണ് ഇതിന്റെ ക്യാവിറ്റി. അതിൽ സക്ഷൻ പോർട്ടും അതുപോലെ ഡിസ്ചാർജ് പോർട്ടും ഉണ്ട്. ഇതിലെന്ത് ചെയ്യും? ഈ ഒരു നടുവിലെ ഭാഗം, ഒരു ഐ പോലെ കാണുന്ന ഭാഗം, അത് റൊട്ടേറ്റിംഗ് പാർട്ടാണ്. ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ക്യാവിറ്റിയുടെ ഏരിയ എന്ത് ചെയ്യും? വേരി ചെയ്തുകൊണ്ടിരിക്കും. സക്ഷൻ പോർട്ടിൽ എന്തായാലും ക്യാവിറ്റിയുടെ ഏരിയ കൂടുതലായിരിക്കും. അതായത് എന്നാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഡിസ്ചാർജ് ബോട്ടിൽ വരുമ്പോഴേക്കും ക്യാവിറ്റിയുടെ വോളിയം കുറച്ച് പ്രഷർ കൂട്ടാൻ പറ്റുള്ളൂ. അതായത് ഈ ഒരു സാധനം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഇതിന് ഈ ഒരു ഡിസ്ചാർജ് ബോട്ടിൻ്റെ അവിടെ എത്തുമ്പോഴേക്കും പ്രഷർ കൂട്ടും. അതായത് ക്യാവിറ്റിയുടെ വോളിയം കുറച്ച് പ്രഷർ കൂട്ടും. ഈ ഒരു റൊട്ടേറ്റിംഗ് പാർട്ട് റൊട്ടേറ്റ് ചെയ്തിട്ട് ഇവിടെ എത്തുമ്പോഴേക്കും പ്രഷർ കൂട്ടി ഹൈ പ്രഷറിലുള്ള റെഫ്രിജറൻറ്റ് പുറത്തോട്ട് പോകും. ഓക്കെ, അതാണ് റോട്ടറി കംപ്രസർ, റോളർ ടൈപ്പ്. ദെൻ റോട്ടറി കംപ്രസർ വെയിൻ ടൈപ്പ്. ഇതിലൊന്നുമില്ല, നിങ്ങൾക്ക് ഈ ഫിഗറിൽ നോക്കിയാൽ മനസ്സിലാവും എന്തുണ്ട്. ഇതിലെല്ലായിടത്തും സ്പ്രിംഗ് മെക്കാനിസം പോലെ ഒരു സാധനം തന്നിട്ടുണ്ട്. ഓക്കെ, അതിനാണ് നമ്മൾ ഈ ഒരു ബ്ലേഡിനെയാണ് വെയിൻസ് എന്ന് പറയാം. ഓക്കെ, ഇതിനെന്താ പ്രത്യേകത? ഇതിന്റെ ലെങ്ത് വാരി ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചോ, ഇത് ഇൻലെറ്റ്, റൈറ്റിലുള്ളത് ഇൻലെറ്റ് പോർട്ടും ലെഫ്റ്റിലുള്ളത് ഔട്ട്ലെറ്റ് പോർട്ടും. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു, ഈ ഒരു പൈ ആകൃതിയിൽ കാണുന്ന ഒരു ഏരിയ, ഒരു ക്യാവിറ്റി, അത് വെൻ കമ്പയർ ടു ഇൻലെറ്റ് പോർട്ട്, ഔട്ട്ലെറ്റ് പോർട്ടിന്റെ ഏരിയ കുറവാണ്. എങ്ങനെ കുറയും? അതായത് ഈ വെയിൻസിന്റെ, ഞാൻ ഓൾറെഡി പറഞ്ഞു, വെയിൻസ് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ ലെങ്ത് അഡ്ജസ്റ്റബിൾ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ എത്തുമ്പോൾ ഇതിന്റെ ഏരിയ, ഈ പൈ ഏരിയ കുറവാണ്. ഓക്കെ, അപ്പൊ ഏരിയ കുറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? സോ ദ പ്രഷർ ഇൻക്രീസ്ഡ്. അപ്പൊ എന്ത് ചെയ്തു? ഹൈ പ്രഷറായി. അതായത് ഇൻലെറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു സാധനം റൊട്ടേറ്റ് ചെയ്യും കേട്ടോ. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഇതിൽ ഈ ഒരു ക്യാവിറ്റി അല്ലെങ്കിൽ ഈ ഒരു പൈയിൽ കയറിയിട്ടുള്ള റെഫ്രിജറൻറ്റ് ഈ ഒരു ഔട്ട്ലെറ്റ് പോർട്ടിന്റെ അവിടേക്ക് എത്തുമ്പോഴേക്കും അതിന്റെ ഏരിയ കമ്പാരിറ്റീവ്ലി കുറയും. ഓക്കെ, അപ്പൊ അങ്ങനെ കുറയുമ്പോൾ എന്ത് ചെയ്യും? ദ പ്രഷർ വിൽ ബി ഇൻക്രീസ്ഡ്. ഓക്കെ, അപ്പൊ പ്രഷർ ഇൻക്രീസ് ചെയ്യും. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യും? ഹൈ പ്രഷറുള്ള റെഫ്രിജറൻറ്റ് പുറത്തേക്ക് പോകും. ഓക്കെ, അത്രേ ഉള്ളൂ ഈ റോട്ടറി കംപ്രസറിന്റെ. ഓക്കെ, ദെൻ ഹെർമെറ്റിക്കലി ആൻഡ് സെമി ഹെർമെറ്റിക്കലി സീൽഡ്. ഹെർമെറ്റിക്കലി സീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്?
അതായത് നിങ്ങളുടെ ഡൊമസ്റ്റിക് റെഫ്രിജറേറ്ററിൻ്റെ പിന്നിൽ കണ്ടിട്ടുണ്ടായിരിക്കും, ബാക്ക് സൈഡിൽ കണ്ടിട്ടുണ്ടായിരിക്കും. കംപ്രസർ അതുപോലെ മോട്ടറും എല്ലാം സെയിം ഷാഫ്റ്റിൽ ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? ഹെർമെറ്റിക്കലി സീൽഡ് എന്ന് പറയും. ബട്ട് മോട്ടർ ആൻഡ് കംപ്രസർ ആർ എൻക്ലോസ്ഡ് ഇൻ ഡിഫറെന്റ് ഹൗസിംഗ് ആണെങ്കിൽ അതിനെ എന്ത് പറയും? സെമി ഹെർമെറ്റിക്കലി സീൽഡ് എന്ന് പറയും. ഓക്കെ, പിന്നെ എന്താ ഹെർമെറ്റിക്കലി സീൽഡിന്റെ പ്രത്യേകത എന്താണ്? ദർ വിൽ ബി നോ ചാൻസ് ഫോർ ലീക്കേജ് ഓഫ് റെഫ്രിജറന്റ്. കാരണം ഇതെല്ലാം എൻറ്റയർലി പാക്ഡ് ആണ്. സോ there is no chance for a leakage of refrigerant. മറ്റൊരുത്തോ അതായത് സെമി ഹെർമെറ്റിക്കലോ there is a chance for leakage. It's not completely prevented. ഓക്കെ, പിന്നെ അതുപോലെ എന്താണ് നിങ്ങൾക്ക് അറിയാം, ലെസ് നോയ്സി ആയിരിക്കും ഏത് ഹെർമെറ്റിക്കലി, മറ്റത് കമ്പാരിറ്റീവ്ലി മോർ നോയ്സി ആയിരിക്കും. പിന്നെ സൈസ് കമ്പയർ ചെയ്യുമ്പോൾ കോമ്പാക്ട് ആണ് ഹെർമെറ്റിക്കലി, മറ്റത് ഒക്യുപ്പൈസ് മോർ സ്പേസ്. പിന്നെ ലൂബ്രിക്കേഷൻ സിസ്റ്റം ഈസ് മച്ച് സിംപ്ലർ ഇൻ കേസ് ഓഫ് ഹെർമെറ്റിക്കലി, മറ്റോർത്തോ അതായത് ലൂബ്രിക്കേഷൻ ഈസ് കമ്പാരിറ്റീവ്ലി കോംപ്ലക്സ്. ഓക്കെ, ദെൻ മെയിൻ്റെനൻസ് വിൽ ബി ഡിഫിക്കൽട്ട് ഇൻ കേസ് ഓഫ് ഹെർമെറ്റിക്കലി സീൽഡ് ബിക്കോസ് അതെന്താണ് എല്ലാം ഒറ്റ യൂണിറ്റ് ആയിട്ടാണ് വരുന്നത്. ദർ ഈസ് നോ എനി പ്രൊവിഷൻ ഫോർ ദ ഡിസ്മാൻഡിലിംഗ്, അതായത് ഡിസ്മാൻഡിൽ ചെയ്യാൻ ഒരു പ്രൊവിഷൻ അതിനില്ല. മറ്റോടത്ത് മെയിൻ്റെനൻസ് ഈസ് മച്ച് ഈസിയർ. ഓക്കെ, ഇതിനടുത്ത് നമുക്ക് പറയാൻ പോകുന്നത് കണ്ടൻസർ ആണ്. കണ്ടൻസർ ഈ പറഞ്ഞ പോലെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. 1 എയർ കൂൾഡ് കണ്ടൻസർ, 2 വാട്ടർ കൂൾഡ് കണ്ടൻസർ, 3 എവാപ്പറേറ്റീവ് കണ്ടൻസേഴ്സ്. അത് നമുക്ക് എയർ കൂൾഡ് കണ്ടൻസർ നോക്കാം. എന്താ ചെയ്യുന്നത്? അതായത് എയർ കൂൾഡ് കണ്ടൻസേഴ്സ് എന്ന് പറഞ്ഞാൽ റിമൂവൽ ഓഫ് ഹീറ്റ് ഈസ് ഡൺ ബൈ എയർ. എങ്ങനെ എയർ ചെയ്യും? കൺസിസ്റ്റ് ഓഫ് സ്റ്റീൽ ഓർ കോപ്പർ ട്യൂബിംഗ്. കോപ്പർ ട്യൂബ്സ് യൂസ്ഡ് ബിക്കോസ് ദെയർ എക്സലന്റ് ഹീറ്റ് ട്രാൻസ്ഫറബിലിറ്റി. ഈ കോപ്പറിന് ഹീറ്റ് ട്രാൻസ്ഫറബിലിറ്റി നന്നായിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് ഇവിടെ കോപ്പർ ട്യൂബ്സ് യൂസ് ചെയ്യും. സംടൈംസ് ഫിൻസ് മേ ബി ഓൾസോ പ്രൊവൈഡഡ് ഫോർ ടു ഇംപ്രൂവ് ഹീറ്റ് ട്രാൻസ്ഫർ. എന്താ ഫിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഫിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിന്റെ പുറത്ത് ഒരു ഏരിയ, സർഫസ് ഏരിയ കൂട്ടാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നതിനെയാണ് ഫിൻസ് എന്ന് പറയുക. അതായത് സർഫസ് ഏരിയ കൂടിയ എന്താ ഗുണം? ദ ഹീറ്റ് ട്രാൻസ്ഫറബിലിറ്റി വിൽ ബി ഇൻക്രീസ്. ഓക്കെ, അപ്പോൾ അത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഫിൻസ് യൂസ് ചെയ്യാം. പിന്നെന്താ? പ്ലേറ്റ് ടൈപ്പ് ഫിൻസ് മെയ്ഡ് ഓഫ് അലുമിനിയം വിച്ച് ആർ ലൈറ്റ് ഇൻ വെയിറ്റ് ആൻഡ് പ്രൊവൈഡ് ടു ഇൻക്രീസ് സർഫസ് ഏരിയ. പൊതുവെ ഇതാണ് നമ്മൾ എന്ത് ചെയ്യാൻ ഉപയോഗിക്കുക? ഫിൻസ് ആയിട്ട് ഉപയോഗിക്കുക. ഈ മെറ്റീരിയൽ അലുമിനിയം മെറ്റീരിയൽ ആയിരിക്കും ഉപയോഗിക്കുക. ഓക്കെ, ഇതാണ് കണ്ടൻസേഴ്സ് ഹാവ് സിംഗിൾ റോ ട്യൂബിംഗ് ഓർ മൾട്ടിപ്പിൾ റോ ട്യൂബിംഗ്. സിംഗിൾ റോ ട്യൂബിംഗ് ഉണ്ട്, മൾട്ടിപ്പിൾ റോ ട്യൂബിംഗ് ഉണ്ട്. സിംഗിൾ റോ ട്യൂബിംഗ് പ്രൊവൈഡ്സ് മോസ്റ്റ് എഫിഷ്യന്റ് ഹീറ്റ് ട്രാൻസ്ഫർ. അതായത് സിംഗിൾ റോ ആണെങ്കിലാണ് ഹീറ്റ് ട്രാൻസ്ഫറബിലിറ്റി കൂടുക. ഓക്കെ, അതുപോലെ എന്താ അടുത്ത പോയിന്റ്? മോർ ദാൻ 8 rows ഓഫ് ട്യൂബിംഗ് ആർ നോട്ട് എഫിഷ്യന്റ്. 8 റോയിൽ കൂടുതൽ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളത് എഫിഷ്യന്റ് അല്ലാത്ത രീതിയിലാണ് കണക്കാക്കുക. ഇതാണ് എയർ കൂൾഡ് കണ്ടൻസറിന്റെ ഒരു ഫിഗർ. ജസ്റ്റ് ഫിഗർ ഒന്ന് അനലൈസ് ചെയ്യൂ. എന്ത് ചെയ്യുന്നു? അതായത് ഹോട്ട് വേപ്പർ റെഫ്രിജറന്റ് ഫ്രം കംപ്രസർ പോകുന്നു. ദെൻ ആഫ്റ്റർ കൂളിംഗ് എന്ത് ചെയ്യുന്നു? കോൾഡ് റെഫ്രിജറന്റ് ടു റിസീവറിലോട്ട് പോകുന്നു. ഓക്കെ, ഫിഗർ മനസ്സിലായല്ലോ? ട്യൂബിങ്സ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്, അതുപോലെ ഫിൻസും ഉണ്ട്. ഇനി നമുക്ക് ഇതിന്റെ 2 ടൈപ്പുകൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈപ്പുകൾ നോക്കാം. ഒന്ന് നാച്ചുറൽ കൺവെക്ഷൻ കൂൾഡ് കണ്ടൻസറും അതുപോലെ എന്താണ് ഫോഴ്സ്ഡ് കൺവെക്ഷനും. ഫസ്റ്റ് നമുക്ക് നാച്ചുറൽ കൺവെക്ഷൻ നോക്കാം. ഓക്കെ, നാച്ചുറൽ കൺവെക്ഷൻ എയർ കൂൾഡ് കണ്ടൻസർ. ഇവിടെ എന്ത് ചെയ്യുന്നു? ഹീറ്റ് ട്രാൻസ്ഫർ ഫ്രം കണ്ടൻസർ കോയിൽസ് ടു എയർ ബൈ നാച്ചുറൽ കൺവെക്ഷൻ. ഇവിടെ നാച്ചുറൽ കൺവെക്ഷൻ ആണ് വരുന്നത്. എന്ത് ചെയ്യുന്നു? എയർ കംസ് ഇൻ കോൺടാക്ട് വിത്ത് ദ കണ്ടൻസർ ട്യൂബ്സ്. ഇറ്റ് അബ്സോർബ്സ് ഹീറ്റ് ഫ്രം ദ റെഫ്രിജറന്റ് ആൻഡ് ദസ് ദ ടെമ്പറേച്ചർ ഓഫ് എയർ ഇൻക്രീസസ്. എന്ത് ചെയ്യുന്നു? എയർ വരുന്നു. എയർ എന്ത് ചെയ്യുന്നു? നാച്ചുറൽ കൺവെക്ഷൻ വഴി ഈ ഇതിന്റെ ഫിൻസിന്റെ ഇടയിൽ കൂടെ എല്ലാം കടന്നുപോയിട്ട് ഈ റെഫ്രിജറന്റിനെ തണുപ്പിക്കുന്നു. ദെൻ ആ എയർ മുകളിലോട്ട് പോകുന്നു. ദ വാം എയർ ബീങ് ലൈറ്റർ റൈസസ് അപ്പ് ആൻഡ് കോൾഡ് എയർ ഫ്രം ബിലോ റൈസസ് ടു ടേക്ക് അവേ ദ ഹീറ്റ് ഫ്രം ദ കണ്ടൻസർ. അതായത് എയറിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് ചൂടുള്ള എയർ മുകളിലോട്ട് പോകുന്നു. ദെൻ ദർ വിൽ ബി വാക്വം ക്രിയേറ്റ് ചെയ്യും. ആ വാക്വത്തേക്ക് വീണ്ടും തണുത്ത എയർ വരുന്നു. ആ ഒരു പ്രോസസ്സാണ് നാച്ചുറൽ കൺവെക്ഷൻ വഴിയാണ് ഇത് നടക്കുന്നത്. സിൻസ് റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് ലോവർ ഇറ്റ് റിക്വയേഴ്സ് ലാർജർ സർഫസ് ഏരിയ. അതായത് ഇവിടെ ഹീറ്റ് ട്രാൻസ്ഫർ കമ്പാരിറ്റീവ്ലി ലോവർ ആണ്. അതുകൊണ്ട് കൂടുതൽ, അതിനാണ് നമ്മൾ ഫിൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ളത്. ലാർജർ സർഫസ് ഏരിയ വേണം. പിന്നെന്താ? സ്മാൾ കപ്പാസിറ്റി ആപ്ലിക്കേഷൻസ് ലൈക്ക് ഡൊമസ്റ്റിക് റെഫ്രിജറേറ്റർ, വാട്ടർ കൂളേഴ്സ് എക്സെട്ര, അവിടെയൊക്കെയാണ് ഇത് കാര്യമായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ഫോഴ്സ്ഡ് കൺവെക്ഷൻ എയർ കൂൾഡ് കണ്ടൻസേഴ്സ്. ഇവിടെ എന്താണ്? ഇവിടെ നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞു നാച്ചുറൽ കൺവെക്ഷനിൽ എന്താണ് പ്രത്യേകിച്ച് ഒരു അഡീഷണൽ എക്യുപ്മെന്റ് ഒന്നുമില്ല. പക്ഷെ ഇവിടെ എന്ത് ചെയ്യും? യു വിൽ യൂസ് എ ഫാൻ. എ ഫാൻ ഈസ് യൂസ്ഡ് ടു ഫോഴ്സ് ദ എയർ ഓവർ ദ കണ്ടൻസർ കോയിൽസ് ടു ഇൻക്രീസ് ഇറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ കപ്പാസിറ്റി. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യാണ്? ഒരു ഫാന് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യാണ്. എന്തിന്? ടു ഇൻക്രീസ് ദ ഹീറ്റ് ട്രാൻസ്ഫർ കപ്പാസിറ്റി. 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ബേസ് മൗണ്ടഡ് എയർ കൂളേഴ്സും 2 റിമോട്ട് എയർ കൂളേഴ്സും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസ് മൗണ്ടഡ് എന്താണ്? ബേസ് മൗണ്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ എക്യുപ്മെന്റും ഒറ്റ ബേസിലാണെന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ ബേസ് മൗണ്ടഡ് എന്ന് പറയാം. എന്താ? യൂസേഴ്സ് പ്രൊപ്പല്ലർ ഫാൻസ് are mounted on the same base of a compressor, motor, receiver and other controls. Entire arrangement is called condensing unit.
അതായത് എല്ലാ അറേഞ്ച്മെന്റ്സും ഒറ്റ ബേസിന്റെ മുകളിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ ബേസ് മൗണ്ടഡ് എയർ കൂളേഴ്സ് എന്ന് പറയാം. കണ്ടൻസിങ് യൂണിറ്റ്സ് ആർ യൂസ്ഡ് ഓൺ റെഫ്രിജറേഷൻ സിസ്റ്റം 10 tons ഓർ ലെസ്, അതായത് 10 tons അല്ലെങ്കിൽ അതിൽ കുറവാണെങ്കിലാണ് ഇത് ഉപയോഗിക്കുക, ബേസ് മൗണ്ടഡ് ഉപയോഗിക്കുക. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് റിമോട്ട് എയർ കൂൾഡ് കണ്ടൻസേഴ്സ്. അവിടെ എന്താണ് യൂസ്ഡ് ഓൺ സിസ്റ്റംസ് എബവ് 10 tons, അതായത് 10 ടണ്ണിന് മുകളിലുള്ളതാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക, റിമോട്ട് എയർ കൂളേഴ്സ് യൂസ് ചെയ്യുക. മറ്റോടത്ത് 10 ടണ്ണിൽ കുറവാണെങ്കിലാണ് ഏത് യൂസ് ചെയ്യുക, നോർമൽ എയർ കൂളേഴ്സ് യൂസ് ചെയ്യുക, അതായത് ബേസ് മൗണ്ടഡ്. ഇവിടെ എന്താണ് റിമോട്ട് കണ്ടൻസേഴ്സ് ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് ദ ബിൽഡിംഗ് ക്യാൻ ബി മൗണ്ടഡ് ഓൺ എ ഫൗണ്ടേഷൻ ഓൺ ദ ഗ്രൗണ്ട്, ഓൺ ദ റൂഫ് ഓർ ഓൺ ദ സൈഡ് ഓഫ് ബിൽഡിങ്സ്. അതായത് ഈ ഒരു സംഭവം, ഈ ഒരു എക്യുപ്മെന്റ് പുറത്താ വെക്കുക, എന്തിന്റെ പുറത്ത്, റൂഫോ അല്ലെങ്കിൽ സൈഡ് ഓഫ് ദ ബിൽഡിങ്ങോ അവേ ഫ്രം ദ വാളോ ആയിട്ട് എന്ത് ചെയ്യും, ഈ ഒരു കണ്ടൻസേഴ്സ്, റിമോട്ട് കണ്ടൻസേഴ്സ് കൊണ്ടുപോയി വെക്കും. ഓക്കെ, യൂസ് പ്രൊപ്പല്ലർ ഫാൻസ് ടു മൂവ് ലാർജ് എമൗണ്ട് ഓഫ് എയർ ഇൻ ടു ദ കണ്ടൻസർ യൂണിറ്റ്. പിന്നെ എന്ത് ചെയ്യും, ഈ പുറത്തുനിന്നുള്ള റിമോട്ട് എയറിനെ ഒരു ഫാൻ യൂസ് ചെയ്തിട്ട് ഹൈ പ്രഷറിൽ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രൊപ്പല്ലർ ഫാൻസ് യൂസ് ചെയ്തിട്ട് മോർ ലാർജ് എമൗണ്ട് ഓഫ് എയർ എന്ത് ചെയ്യും, ഇതിലോട്ട് പാസ് ചെയ്യാൻ അനുവദിക്കും. ഓക്കെ, ഫാൻ ഇൻടേക്സ് യൂഷ്വലി ഫേസസ് ദ പ്രിവെയിലിംഗ് വിൻഡ്സ് ടു റെഡ്യൂസ് എയർ റെസിസ്റ്റൻസ്. പിന്നെന്താ, എയർ ഡിസ്ചാർജ് ഇസ് യൂഷ്വലി കവേർഡ് വിത്ത് എ ഷീൽഡ് ടു ഡിഫ്ലക്ട് ഒപ്പോസിംഗ് വിൻഡ്സ്. ഓക്കെ, ഇതൊക്കെ അതിന്റെ ബേസിക് സെറ്റപ്പ് ആണ്, നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും, സിമ്പിൾ അറേഞ്ച്മെന്റ് ആണ്. ഓക്കെ, പിന്നെന്താണ്, ദ റിമോട്ട് കണ്ടൻസർ ഇസ് ലൊക്കേറ്റഡ് ഇൻസൈഡ് ദ ബിൽഡിംഗ് യൂഷ്വലി റിക്വയർസ് ഡക്ട് വർക്ക് ടു ക്യാരി എയർ ആൻഡ് ഫ്രം ദ യൂണിറ്റ്. അതിന് ഒരു അഡീഷണൽ സെറ്റപ്പ് വേണം, ഡക്ട് സെറ്റപ്പ്, അതായത് റിക്വയർസ് ഡക്ട് ടു വർക്ക് ക്യാരി എയർ ആൻഡ് ഫ്രം ദ യൂണിറ്റ്. ദീസ് ടൈപ്സ് ഓഫ് കണ്ടൻസേഴ്സ് നോർമലി യൂസ് സെൻട്രിഫ്യൂഗൽ ഫാൻസ്. സെൻട്രിഫ്യൂഗൽ ഫാൻസ് ആണ് കമ്പാരിറ്റീവ്ലി, അതായത് ഈ ഒരു ടൈപ്പ് വേണ്ടി നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, അടുത്തതാണ് വാട്ടർ കൂൾഡ് കണ്ടൻസേഴ്സ്. വാട്ടർ കൂൾഡ് കണ്ടൻസേഴ്സ് കൊണ്ട് എന്താണ്, നേരത്തെ നമ്മൾ പറഞ്ഞു എയർ ആയിരിക്കും മീഡിയം എന്ന്, പക്ഷേ ഇവിടെ നിങ്ങൾ ഒരു വാട്ടർ യൂസ് ചെയ്തിട്ടാണ് കണ്ടൻസേഷൻ സംഭവിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ചെയ്യുന്നത്. അത് ആദ്യമായിട്ടുള്ള ഒരു വാട്ടർ ഫ്ലോയിങ് സിസ്റ്റത്തിന് ബേസ് ചെയ്തിട്ട് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് വേസ്റ്റ് വാട്ടർ സിസ്റ്റം, 2 റീസർക്കുലേറ്റഡ് വാട്ടർ സിസ്റ്റം. ഫസ്റ്റ് നമുക്ക് വേസ്റ്റ് വാട്ടർ സിസ്റ്റം നോക്കാം. ഇതിൽ വേസ്റ്റ് വാട്ടർ സിസ്റ്റം എന്ന് നമുക്ക് ഈ ഫിഗറിൽ മനസ്സിലാവും. അതായത് വാട്ടർ ഫ്രം സിറ്റി മെയിനും അതുപോലെ വാം വാട്ടർ ടു സീവറും 2 ഇൻപുട്ടാണ്, അതായത് ഒരു ഇൻപുട്ടും ഒരു ഔട്ട്ലെറ്റും ആണുള്ളത്. ഈ ഒരു വാട്ടർ, അതായത് വാട്ടർ നിങ്ങൾ കണ്ടൻസേഷന് വേണ്ടി ഉപയോഗിക്കുന്ന വാട്ടർ, ഇൻപുട്ട് കൊടുത്ത വാട്ടർ നേരെ ഔട്ട്ലെറ്റിക്ക് അല്ലെങ്കിൽ ഡ്രൈനേജിക്ക് വേസ്റ്റ് വാട്ടർ ആയിട്ട് പോകുന്നതാണ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ, വാട്ടർ കൂൾഡ് കണ്ടൻസർ യൂസിങ് വേസ്റ്റ് വാട്ടർ സിസ്റ്റം. സെക്കൻഡ് വൺ നോക്കൂ, ഇവിടെ എങ്ങനെയാണ്, റീസർക്കുലേറ്റിംഗ് ആണ്. അതായത് കോൾഡ് വാട്ടർ ഇന്നുണ്ട് കണ്ടൻസർക്ക്, ദെൻ വാം വാട്ടർ ഔട്ട് ഉണ്ട്, ദെൻ ആ ഒരു ലൈന് നേരെ പോകുന്നത് കൂളിംഗ് ടവറിലേക്കാണ്. കൂളിംഗ് ടവറിന് എന്ത് ചെയ്യും, ഈ ഒരു വാട്ടർ കൂൾ ചെയ്യും. ദെൻ ബൈ യൂസിങ് മേക്കപ്പ് വാട്ടർ, അതായത് ഒരു മേക്കപ്പ് വാട്ടർ അറേഞ്ച്മെന്റ് കൂടി ഉണ്ട്. ദെൻ വീണ്ടും ഈ സാധനം കോൾഡ് വാട്ടർ എനിക്ക് പോകും. സോ ഹിയർ എന്താ ചെയ്യുന്നത്, ഒരു റീസർക്കുലേറ്റിംഗ് വാട്ടർ സിസ്റ്റം ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതിനാണ് ഈ 2 ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ടൈപ്സ് ഓഫ് വാട്ടർ കൂൾഡ് കണ്ടൻസേഴ്സ് ആണ്. അതിൽ നമ്മൾ മേജറായിട്ട് പഠിക്കാനുള്ളത് 3 ടൈപ്പാണ്. ഒന്ന് ഡബിൾ ട്യൂബ് ടൈപ്പ് അല്ലെങ്കിൽ ട്യൂബ് ഇൻ ട്യൂബ് ടൈപ്പ്. ഓക്കെ, എന്താണ് ഡബിൾ ട്യൂബ് ടൈപ്പ്? നിങ്ങളൊരു പേന കൺസിഡർ ചെയ്യൂ, പേനയുടെ ഉള്ളിൽ ട്യൂബും ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, ഈ ട്യൂബിനുള്ളിൽ കൂടെ റെഫ്രിജറൻറ്റും പേനയുടെ ബാക്കിയുള്ള ഏരിയയിൽ കൂടെ, അതായത് ഈ ട്യൂബ് കഴിഞ്ഞിട്ടുള്ള ഏരിയയിൽ കൂടെ വാട്ടറും പാസ് ചെയ്യാൻ അലോ ചെയ്തു എന്ന് വിചാരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, ഈ ഒരു റെഫ്രിജറൻറ്റ് കണ്ടൻസേഷൻ സംഭവിക്കുമല്ലോ, അത്രേ ഉള്ളൂ. അതായത് 2 ട്യൂബും കൊയാക്സിയൽ ആയിരിക്കും, അതായത് ഒറ്റ ആക്സിസിന്റെ പുറത്ത് 2 ട്യൂബ് ആയിരിക്കും. ഈ പെന്നിന്റെ നിങ്ങളുടെ ഒരു ഇമേജ് മനസ്സിലുണ്ടായാൽ മതി, ഈ കൺസെപ്റ്റ് മനസ്സിലാവും. വാട്ടർ ട്യൂബ് ഇൻസൈഡ് എ ലാർജ് റെഫ്രിജറന്റ് ട്യൂബ്, ഇറ്റ് മേ ബി പാരലൽ ഫ്ലോ സിസ്റ്റം ഓർ കൗണ്ടർ ഫ്ലോ സിസ്റ്റം. പിന്നെന്താ നമ്മളിതിൽ പറയേണ്ടത്, പക്ഷേ ഈ റെഫ്രിജറന്റും വാട്ടറും വിൽ ബി ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, ഇതാണ് എൻ്റെ ഒരു ഫിഗർ, ജസ്റ്റ് ഫിഗർ ഒന്ന് മനസ്സിലാക്കൂ. വാട്ടർ ഔട്ട്, അതുപോലെ വാട്ടർ ഇന്ന്, ദെൻ എന്തുണ്ട് ഹോട്ട് വേപ്പർ റെഫ്രിജറൻറ്റ് ഫ്രം ദ കംപ്രസർ, ദെൻ ആഫ്റ്റർ ലിക്വിഡ് റെഫ്രിജറൻറ്റ് ടു ദ റിസീവർ, ലിക്വിഡ് റെഫ്രിജറൻ്റ് ആയിട്ട് തിരിച്ചു പോകുന്നതും ഫിഗറിൽ കാണാം. ഇനി അടുത്തതാണ് ഷെൽ ആൻഡ് കോയിൽ ടൈപ്പ് കണ്ടൻസർ. ഇതാണ് അതിൻ്റെ ഒരു ഫിഗർ. ഇതിൽ ഈ പുറത്ത് കാണിച്ചുള്ള ഭാഗത്തിനാണ് ഷെൽ എന്ന് പറയാം. ഓക്കെ, പുറത്ത് കാണിച്ചുള്ള ഭാഗത്തിനാണ് ഷെൽ എന്ന് പറയാം. അതുപോലെ ഈ ചുരുണ്ടിരിക്കുന്ന ഭാഗത്തിനാണ് നമുക്കറിയാം എന്ത് പറയാം, കോയിൽ എന്ന് പറയാം. എന്താണ് കണ്ടിന്യൂസ് ഫിൻഡ് കോയിൽ. ഫിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, വാട്ട് ഈസ് ഫിൻ എന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ ചുരുണ്ടിരിക്കുന്ന ഭാഗത്തിനാണ് ഫിൻസ് എന്ന് പറയാം. അതുപോലെ എന്തുണ്ട്, ഹോട്ട് ഗ്യാസ് ഇൻ എന്നൊരു പോർഷൻ ഉണ്ട്. അവിടെയാണ് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വേപ്പർ റെഫ്രിജറൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു ഹോട്ട് ഗ്യാസ് അല്ലെങ്കിൽ ഹോട്ട് റെഫ്രിജറൻറ്റ് ഇൻപുട്ട് കൊടുക്കുക. ദെൻ എന്ത് ചെയ്യും, ഇവിടെ കൂടെ പാസ് ചെയ്യുമ്പോൾ, അതായത് ഈ ഒരു കണ്ടിന്യൂസ് ഫിൻഡ് കോയിലൂടെ പാസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, കണ്ടൻസേഷൻ സംഭവിക്കും. അങ്ങനെ കണ്ടൻസേഷൻ സംഭവിച്ചിട്ട് ലിക്വിഡ് റെഫ്രിജറൻ്റ് എന്ത് ചെയ്യും, ഈ ഒരു അടിയിലൂടെയുള്ള
പോർട്ടിലൂടെ അല്ലെങ്കിൽ അടിയിലൂടെയുള്ള വാളിലൂടെ ലിക്വിഡ് റെഫ്രിജറന്റ് പുറത്തേക്ക് പോകും. ഓക്കെ, അത്രയേ ഉള്ളൂ. ഈ ഒരു ഫിഗർ വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾ ആ ഒരു ജസ്റ്റ് പ്രീവിയസ് സ്ലൈഡ്സ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻ കറക്റ്റായിട്ട് വായിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഞാൻ ഈ പറഞ്ഞ കേസ് തന്നെയാണ് അതിൽ പറയുന്നത്. ഓക്കെ, then അടുത്തതാണ് ഷെൽ ആൻഡ് ട്യൂബ് ടൈപ്പ് കണ്ടൻസർ. ഷെൽ ആൻഡ് ട്യൂബ് ടൈപ്പ് കണ്ടൻസർ എന്താണ്? അതായത് ഫിഗർ ആദ്യം നമുക്ക് എടുക്കാം. ഓക്കെ, ഇതിലെന്തുണ്ട്? ഒരു വാട്ടർ ഇൻ എന്ന് പറഞ്ഞിട്ടൊരു പൊസിഷനും ഉണ്ട്, വാട്ടർ ഔട്ട് എന്ന് പറഞ്ഞിട്ടൊരു പൊസിഷനും ഉണ്ട്. പിന്നെ എന്തുണ്ട്? ഒരുപാട് ട്യൂബ്സ് ഉണ്ട് അല്ലേ, ഒരുപാട് കണ്ടൻസർ ട്യൂബ്സ് ഉണ്ട്. ഈ കണ്ടൻസർ ട്യൂബിലൂടെ എല്ലാം എന്താ ചെയ്യുന്നത്? വാട്ടർ ഫ്ലോ ഉണ്ട്. ഓക്കെ, കണ്ടൻസർ ട്യൂബ് കൂടെ എല്ലാം എന്തുണ്ട്? വാട്ടർ ഫ്ലോ ചെയ്യുന്നുണ്ട്. പിന്നെ എന്തുണ്ട്? ഒരു ലിക്വിഡ് റെഫ്രിജറന്റ് വേപ്പർ ഇൻ എന്ന് പറഞ്ഞിട്ടൊരു പോർട്ട് കണ്ടോ? അതുപോലെ എന്തുണ്ട്? ലിക്വിഡ് കണ്ടൻസർ അതുപോലെ ഔട്ടും ഉണ്ട്, അതായത് ലിക്വിഡ് റെഫ്രിജറന്റ് ഔട്ടും ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? ഈ ഒരു റെഫ്രിജറന്റ് വേപ്പർ ഈ ഒരു ട്യൂബിന്റെ സൈഡിൽ കൂടെ എല്ലാം പാസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? കണ്ടൻസേഷൻ സംഭവിക്കും. ഈ ഒരു ട്യൂബിൻ്റെ കൂടെ എന്ത് കൊടുക്കുന്നുണ്ട്? നോർമൽ കൂളിംഗ് വാട്ടർ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ റെഫ്രിജറന്റ് ഇതിൻ്റെ കൂടെ പോകുമ്പോൾ എന്തുണ്ടായിരിക്കും? അവസാനം ഇത് നേരെ കണ്ടൻസേഷൻ സംഭവിച്ചിട്ട് ലിക്വിഡ് റെഫ്രിജറന്റ് ആയിട്ട് എന്ത് ചെയ്യും? എക്സിറ്റ് പോർട്ട് കൂടെ തിരിച്ചു വരും. ഓക്കെ, എല്ലാം സെയിം മെക്കാനിസം, സെയിം വർക്കിംഗ് ആണ്. പക്ഷേ ഇതിൻ്റെ ഒരു എന്താ പറയുക, ഒരു കൺസ്ട്രക്ഷന് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. അപ്പോൾ നമ്മൾ ഏതൊക്കെ പഠിച്ചു? 3 നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ്? ട്യൂബ് ഇൻ ട്യൂബ് ടൈപ്പ് അല്ലെങ്കിൽ ഡബിൾ ട്യൂബ് ടൈപ്പ്. സെക്കൻഡ് വൺ ഏതായിരുന്നു? ഷെൽ ആൻഡ് കോയിൽ ടൈപ്പ്. മൂന്നാമത്തെ എന്തായിരുന്നു? ഷെൽ ആൻഡ് ട്യൂബ് ടൈപ്പ് കണ്ടൻസർ. ഇത്രയും സാധനങ്ങൾ നമ്മൾ പഠിച്ചുല്ലോ. ഇത്രയാണ് നമ്മൾ കണ്ടൻസർ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് കമ്പാരിസൺ ആണ്. അതായത് എയർ കൂൾഡ് കണ്ടൻസറും വാട്ടർ കൂൾഡ് കണ്ടൻസറും തമ്മിലുള്ള ഒരു ചെറിയ കമ്പാരിസൺ. എന്താണ് എയർ കൂൾഡ് കണ്ടൻസർ? ദ കൺസ്ട്രക്ഷൻ ഓഫ് എയർ കൂൾഡ് കണ്ടൻസർ ഈസ് വെരി സിമ്പിൾ. നമുക്കറിയാം, കമ്പാരിറ്റീവ്ലി സിമ്പിൾ ആണ്. പിന്നെ എന്താണ്? ഇനീഷ്യൽ കോസ്റ്റ് ഈസ് ലെസ്. പിന്നെ എന്താണ്? മെയിൻ്റനൻസ് കോസ്റ്റ് ഈസ് ഓൾസോ വിൽ ബി ലോ. In water cooled condenser, the construction of water cooled condenser is complicated. The initial cost is high and the maintenance cost is also will be high. പിന്നെ എന്താണ്? അതുപോലെ there is no handling problem with air cooled condensers. പക്ഷേ മറ്റൊരിടത്ത് എന്തുണ്ട്? The water cooled condensers are difficult to handle. പിന്നെ അതുപോലെ എന്തുണ്ട്? നിങ്ങൾ അഡീഷണൽ ആയിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ്, കമ്പാരിറ്റീവ്ലി ഹീറ്റ് എഫിഷ്യൻസി, അതായത് ഹീറ്റ് ട്രാൻസ്ഫർ എഫിഷ്യൻസി വിൽ ബി ഹൈ ഫോർ വാട്ടർ കൂൾഡ് കണ്ടൻസർ. അത് കമ്പയർ ചെയ്യുമ്പോൾ എയർ കൂൾഡ് കണ്ടൻസേഴ്സിന്റെ ഹീറ്റ് ട്രാൻസ്ഫറബിലിറ്റി വളരെ കുറവായിരിക്കും. ഓക്കെ, അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? എക്സ്പാൻഷൻ ഡിവൈസുകളാണ്. എക്സ്പാൻഷൻ ഡിവൈസിൽ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് കാപ്പിലറി ട്യൂബാണ്. ഓക്കെ, ഇതിൽ നമുക്ക് ആദ്യം നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാപ്പിലറി ട്യൂബ് എന്താണെന്ന് ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഓക്കെ, എനിവേ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഈ ഒരു കോൺസ്റ്റന്റ് പ്രഷർ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൾവ് എന്താ നോക്കാം. ഓക്കെ, എന്താണ് ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് പ്രഷർ എക്സ്പാൻഷൻ വാൾവ്? അതായത് നിങ്ങൾ ഈ ഒരു ഫിഗറിൽ നോക്കിയാൽ മനസ്സിലാവും. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് ഡയഫ്രം, അതുപോലെ സ്പ്രിംഗ്, ദെൻ വാൾവ്. ഓക്കെ, പിന്നെ അതുപോലെ എന്താ? ലിക്വിഡ് റെഫ്രിജറന്റ് ഇന്ന്, അതുപോലെ ലിക്വിഡ് റെഫ്രിജറന്റ് ഔട്ട്. ഓക്കെ, എന്ത് ചെയ്യും? ഇവിടെ ലിക്വിഡ് റെഫ്രിജറന്റ് എന്ത് ചെയ്യും? ഇൻലെറ്റ് പോർട്ടിലൂടെ വരും. ഇൻലെറ്റ് പോർട്ടിലൂടെ ലിക്വിഡ് റെഫ്രിജറന്റ് ഉള്ളിലോട്ട് വരും. ദെൻ ഈ ഡയഫ്രത്തിൽ ഇത് കൂടിക്കഴിഞ്ഞാൽ, അതായത് ഇതിൻ്റെ ഉള്ള പ്രഷർ കൂടിക്കഴിഞ്ഞാൽ ഡയഫ്രത്തിൽ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ആ പ്രഷർ എക്സേർട്ട് ചെയ്യുമ്പോൾ എന്തുണ്ടായിരിക്കും? ഡയഫ്രം അപ്വേർഡായിട്ട് മൂവ് ചെയ്യും, മുകളിലോട്ട് മൂവ് ചെയ്യും. അങ്ങനെ മുകളിലോട്ട് മൂവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഈ വാൾവ് ഈ ഒരു ഭാഗത്ത് വന്ന് ക്ലോസ് ആവും. അപ്പോൾ എന്തുണ്ടാവില്ല? റെഫ്രിജറന്റിന്റെ ഇൻടേക്ക് ഉണ്ടാവില്ല. ഓക്കെ, അതുപോലെ എന്ത് സംഭവിക്കും? പ്രഷർ കുറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഈ ഡയഫ്രം അടിയിലോട്ട് വരും. അപ്പോൾ വാൾവ് ഓപ്പൺ ആവും. ദെൻ ഇറ്റ് വിൽ അലൗ ദ ഫ്ലോ ഓഫ് റെഫ്രിജറന്റ് ഫ്ലോ അലൗ ചെയ്യും. അങ്ങനെ ഒരു കോൺസ്റ്റന്റ് പ്രഷർ, ഒരു പ്രഷർ ത്രൂ ഔട്ട് മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഈ ഒരു ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് പ്രഷർ എക്സ്പാൻഷൻ വാൾവിന്റെ ജോലി. അപ്പോൾ എപ്പോഴും ഒരു കോൺസ്റ്റന്റ് പ്രഷർ ആയിരിക്കും ഈ ഒരു എക്സ്പാൻഷൻ വാൾവിന് ഉണ്ടാവുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് വണ്ണാണ് എന്ത്? തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൾവ്. എന്താണ് തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൾവ്? ഇതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്തുണ്ടായിരിക്കും? ഇവിടെ എന്താ മെഷർ ചെയ്യുന്നത്? ഇവിടെ ടെമ്പറേച്ചറാണ് മെഷർ ചെയ്യുന്നത്. അതായത് എവാപ്പറേറ്ററിന്റെ എൻഡ് ലൈനിൽ നിന്നുള്ള ടെമ്പറേച്ചർ, റെഫ്രിജറന്റിന്റെ ടെമ്പറേച്ചർ മെഷർ ചെയ്തിട്ടാണ് ഇതിന്റെ വർക്കിംഗ്. ഇവിടെ ഒരു ഫീഡ് ബൾബ് കണ്ടോ? ആ ബൾബിൽ എന്ത് ചെയ്യും? ഈ ഒരു കണ്ടൻസറിന്റെ എക്സിറ്റ് ലൈനിലെ ടെമ്പറേച്ചർ സെൻസ് ചെയ്യും. അങ്ങനെ സെൻസ് ചെയ്തിട്ട് ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിലും ഡയഫ്രം ഉണ്ട്. ഈ ഡയഫ്രത്തിലോട്ട് എന്ത് ചെയ്യും? ഡയഫ്രത്തിലോട്ട് ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യും. അതായത് ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ ഡയഫ്രത്തിലോട്ട് ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യും. അങ്ങനെ പ്രഷർ എക്സേർട്ട് ചെയ്യുമ്പോൾ എന്തുണ്ടായിരിക്കും? നിങ്ങൾ ഈ ഫിഗറിൽ കാണിക്കുന്ന പോലെ തന്നെ റെഫ്രിജറന്റിന്റെ ഫ്ലോ കൂടുതൽ വരും. അതായത് ഫ്ലോ ഓപ്പൺ ആവും. വാൾവ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ റെഫ്രിജറന്റ് ഫ്ലോ ചെയ്യും.
അപ്പോൾ ഇതിൽ എങ്ങനെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ റെഫ്രിജറൻറ്റ് വീണ്ടും ഇൻടേക്ക് വരും. ഇൻ കേസ് ടെമ്പറേച്ചർ കുറവാണെങ്കിലോ അപ്പോൾ ഈ ഒരു ഡയഫ്രം നേരെ മുകളിലോട്ട് മൂവ് ചെയ്തിട്ട് വീണ്ടും വാൾവ് ക്ലോസ് ആക്കും. അങ്ങനെ ഒരു മിനിമം എമൗണ്ട് ഓഫ് റെഫ്രിജറൻറ്റ് എപ്പോഴും എവാപ്പറേറ്ററിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കും. അപ്പോൾ എന്തിനു വേണ്ടിയിട്ട്? ടു എവാപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതാണ് ഈ ഒരു തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൾവിൻ്റെ വർക്കിംഗ്. ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് റെഗുലറായിട്ട് പ്രീവിയസ് ഇയറിലെല്ലാം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ നമുക്ക് പഠിക്കാനുള്ളത് ക്രയോജനിക്സ് ആണ്. എന്താണ് ക്രയോജനിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് സയൻസ്, ഒരു സയൻസിൻ്റെ ബ്രാഞ്ചാണ്. എന്തിനു വേണ്ടി പഠിക്കുന്നത്? അതായത് നിങ്ങൾ സബ്സ്റ്റൻസിനെ -150 ഡിഗ്രി സെൽഷ്യസിനും അടിയിലോട്ട്